ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ ഈ ദിവസത്തെ ദേശീയ ശിശുദിനമായി ആഘോഷിക്കുമ്പോൾ കുട്ടികൾക്കിടയിൽ നെഹ്റു എന്ന പേരിനേക്കാൾ ഉച്ചരിക്കുന്നത് ചാച്ചാജി എന്ന പേരാണ്. തന്റെ കോട്ടിന്റെ ഒരു ഭാഗത്ത് റോസാപ്പൂ ധരിച്ചെത്തുന്ന അദ്ദേഹത്തിന്റെ കുട്ടികളോടുള്ള സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും കഥ എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ചാച്ചാജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശേഷം പല പ്രശസ്തരും അദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു. അതിൽ ഒരു പാവം പെൺകുട്ടിയും റോസാപ്പൂവുമായി എത്താറുണ്ടായിരുന്നു. എന്നാൽ കുട്ടിയുടെ വേഷം കണ്ട് സുരക്ഷാ ജീവനക്കാർ ആ കുട്ടിയെ ഒരു ദിവസം പോലും കടത്തിവിട്ടില്ല. എങ്കിലും എന്തെങ്കിലും ഒരു ദിവസം താൻ കൊണ്ടുപോകുന്ന റോസാപ്പൂവ് ചാച്ചാജിക്ക് നൽകുമെന്ന വിശ്വാസത്തിൽ അവൾ ഉറച്ചു നിന്നു. അങ്ങനെ ഒരു ദിവസം സുരക്ഷാ ജീവനക്കാരുടെ മുൻപിൽ റോസാപ്പൂവുമായി നിൽക്കുന്ന ആ പെൺകുട്ടിയെ നെഹ്റു കാണുന്നു. ഉടനെ കുട്ടിക്ക് മുന്നിൽ എത്തുന്ന നെഹ്റു കാര്യങ്ങൾ തിരക്കി ആ റോസാപ്പൂവ് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അടുത്ത ദിവസം മുതൽ ഇടതു നെഞ്ചിന്റെ ഭാഗത്ത് റോസാപ്പൂ ധരിച്ചെത്തുന്ന നെഹ്റുവിനെയാണ് ലോകം കണ്ടത്. ഇനി ആ പെൺകുട്ടിയുടെ ചിന്തയിലേക്ക് ഒന്ന് പോയി നോക്കാം. തനിക്ക് ആ റോസാപ്പൂവ് നൽകാൻ പറ്റും എന്നതിനേക്കാൾ വിശ്വസിച്ചത് തങ്ങളുടെ ചാച്ചാജി എന്നറിയപ്പെടുന്ന നെഹ്റു ഒരു ദിവസം തന്നെ കാണുമെന്നും റോസാപ്പൂവ് സ്വീകരിക്കുമെന്നുമായിരിക്കും. ചിലപ്പോൾ ആ ചിന്ത തന്നെയായിരിക്കാം ആ വിജയത്തിന്റെ രഹസ്യവും. കുട്ടി അങ്ങനെ ചിന്തിച്ചതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ലോകം അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കണ്ടപ്പോൾ കുട്ടികൾ അദ്ദേഹത്തെ കണ്ടത് അവരുടെ സ്വന്തം ചാച്ചാജിയായിട്ടാണ്.